ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചുട്ടു പൊള്ളുന്ന വെയിലാണല്ലേ. പുറത്തേക്ക് ഇറങ്ങിയാലും ശരി തന്നെ, വീട്ടിനകത്ത് ഫാനിൻ്റെ ചുവട്ടിലിരുന്നാലും നല്ല ചൂടാണ്. ശരീരത്തിന് ഭയങ്കര ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും ദാഹവും ഒക്കെ കുറേയൊക്കെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ രുചികരമായൊരു കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ്, ഫ്രൂട്ട് കസ്റ്റർഡാണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് പാലും കുറച്ച് ഫ്രൂട്ട്സും മതി. വീട്ടിൽ ഉള്ള ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്, 2 കപ്പ് പാല്. ഇത് കുറച്ച് കട്ടി കുറഞ്ഞ പാലാണ്. ഇങ്ങനെയുള്ള സ്വീറ്റ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാലാണെങ്കിൽ നല്ലതായിരിക്കും. 1.5 കപ്പ് പാല് ഞാൻ അളന്നൊഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് മാറ്റി വയ്ക്കാം. ഈ കസ്റ്റർഡിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് കസ്റ്റർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് തിക്കായിരിക്കാനും ക്രീമി ആ ഒരു ടെക്സ്ചർ കിട്ടാനും വേണ്ടിയാണ് കസ്റ്റർഡ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം കോൺഫ്ലോർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ 1/2 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർക്കാം. ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റർഡാണ്. കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇത് മിക്സ് ആയിട്ടുണ്ട്. പാലിനെ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് കട്ടി കുറഞ്ഞ പാലായതുകൊണ്ട് ഇതിൽ കുറച്ച് പാൽപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിൽ 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കുകയാണ്. സ്വീറ്റ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാൽപ്പൊടി ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് നൽകും. പാൽപ്പൊടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ട കെട്ടാതെ പാൽപ്പൊടി നന്നായിട്ടിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഇതിന് നിർബന്ധമില്ല, സാധാരണ പഞ്ചസാര ചേർത്താൽ മതി. ഇത് 1/2 ലിറ്റർ പാലിന് വേണ്ടി 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. 1/2 ലിറ്റർ പാലിന് വേണ്ടി ഈ ഒരളവ് പഞ്ചസാരയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പാലിപ്പോൾ തിളയ്ക്കാറായിട്ടുണ്ട്. ഈ പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ പാലിന് കുറച്ച് കളർ വ്യത്യാസം വരും. ഇത് ബ്രൗൺ കളറിലുള്ള പഞ്ചസാരയാണല്ലോ. പഞ്ചസാര നല്ല അലിഞ്ഞ ശേഷം ഈ കസ്റ്റർഡ് ചേർക്കാം. കസ്റ്റർഡ് ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കസ്റ്റർഡ് ഇങ്ങനെ അടിയിൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചതുകൊണ്ട് അടിയിൽ പിടിച്ചിരിക്കും. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കസ്റ്റർഡ് പൗഡർ അടിയിൽ പിടിക്കാനും കരിയാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് തിക്കാവും. കൂടുതൽ തിക്കാക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് തന്നെ ധാരാളം മതിയാകും. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്. ഇത് മതി. ഇതിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. വാനില കസ്റ്റേർഡ് ആണെങ്കിലും അല്പം എസൻസ് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതൊന്ന് തണുത്ത റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് റെഡിയാക്കിയെടുക്കാം. ഫ്രൂട്ട്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എന്തൊക്കെ ഫ്രൂട്ട്സാണ് നമ്മൾ ചേർക്കുന്നത് അതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 2 കളറിലുള്ള ഗ്രേപ്സും കുറച്ച് മാതളവും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ മെലൺ കൂടി ചേർക്കുന്നുണ്ട്. കാണാൻ കുറച്ച് ഭംഗിയൊക്കെ വേണമല്ലോ. ഇത് സിമ്പിളാണ്. നമ്മുടെ മെഷർമെൻറ്റ് സ്പൂണുണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് ബോളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ കസ്റ്റർഡൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് തണുത്തപ്പോൾ കിട്ടിയത്. നല്ല കറക്റ്റ് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുന്നത്. ഏത് ബൗളിലാണോ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബൗളിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർക്കാം. ഇനി ഇത്തരം ഫ്രൂട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ വെറും പഴം ഉണ്ടെങ്കിൽ പഴം മാത്രം ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പഴം ചേർക്കുന്നില്ല. ബാക്കി കുറച്ച് ഫ്രൂട്ട്സുകളാണ് ചേർക്കുന്നത്. പുളിയായിട്ടുള്ള പഴം ചേർക്കാതിരിക്കുക. പാല് ആയതുകൊണ്ട് അത് പിരിഞ്ഞു പോകും. അപ്പോൾ പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സും ചേർക്കാം.
ഇപ്പോൾ നോക്കിക്കുക, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പല കളറായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള പഴത്തിൻ്റെയും ഗുണങ്ങൾ കിട്ടും. ഇനി വീട്ടിലുള്ള മുതിർന്നവർക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചസാര ഇല്ലാതെ ഇതുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പാലിനും ഈ ഫ്രൂട്ട്സിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഇങ്ങനെ ഒരു കസ്റ്റർഡ് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക ഈ ചൂട് സമയത്ത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.